ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മളും സന്തോഷമായിട്ടിരിക്കുന്നു. നല്ല ഹാപ്പി ആയിട്ട് ദൈവം സഹായിച്ച് പോണു അല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ. നമ്മളുടെ വീഡിയോസിൽ കുറേ കമൻറ്റും കാര്യങ്ങളും റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ജീവൻ വെച്ചിട്ടുണ്ടല്ലേ, ചെറുജീവനുകൾ തുടിച്ചു തുളുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, സന്തോഷം. നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കൂടി വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ മുടങ്ങാണ്ട് വീഡിയോ എന്തായാലും അതെ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറെ കാര്യങ്ങൾക്ക് എല്ലാം ഇഷ്ടമുള്ള കമന്റുകളൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ചെക്കെന്ന് വിളിക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്നുമില്ല. ശരി, നമുക്ക് തോന്നുന്ന കാര്യമല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതെ, അതങ്ങനെ ഒരു ദേഷ്യത്തിൽ അങ്ങനെ വിളിക്കണതല്ല. അത് കാരണം ഇങ്ങനെ എല്ലാരെയും ചെക്കാന്ന് വിളിക്കാറുണ്ട്. എപ്പോഴും ഞാൻ ചെക്കാന്ന് വിളിക്കുള്ളൂ. ഇഷ്ടമുള്ള ആൾക്കാരെയാണ് അങ്ങനെ വിളിക്കാറുള്ളൂ. അതെ. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ വിളിക്കുന്ന പേരൻസ് ഉണ്ടാപ്പിന്ന് വിളിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മളുടെ വീഡിയോ കാണുന്നവരും പിന്നെ പുറത്തുള്ളവരെല്ലാവരും വിളിക്കണ പേരെന്ന് വെച്ച് കഴിഞ്ഞാല് വേദൂട്ടൻ അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മാത്രം വിളിക്കോട്ടെ, അത് നോക്കണ്ട. അതും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിടക്ക്. അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ എന്ന് വെച്ചാൽ അത് ഞാൻ ഇടയ്ക്ക് വിളിക്കുള്ളൂ. ഇല്ല, നമ്മളെന്തായാലും വേറെ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാ അന്നേരത്ത് അങ്ങനെ വിളിച്ചൊരു ശീലമായി പോയതാണ്. കാരണം വിളിക്കുമ്പോൾ അവൻ അതുപോലെ തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും അതിന് കറക്റ്റായിട്ട്. അതെന്ന് വെച്ചാല് വയറ്റിക്ക് കിടക്കുമ്പോൾ മുതൽ ഞാൻ വിളിച്ചോണ്ടിരിക്കണതാണ്. എന്തൊക്കെയാണ് ഇങ്ങനെ പറയുമ്പോൾ വെച്ചാൽ ആ ഒരു ഇത്ര മാസങ്ങൾക്കുള്ള ഒരു എക്സ്പീരിയൻസും അവനിക്ക് അറിയാതെ. അതെ. ഞാൻ ഇപ്പൊ വന്നിട്ട് കുറച്ചു നേരം വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു അച്ഛനും മോനും കൂടെ ഒക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വീഡിയോ എടുക്കാൻ വന്നതാണ്. അതെ. ഇവിടെ ഇരിക്കണോണ്ട് ഞാനപ്പോ കുറച്ചു നേരം ഒരു ഉച്ചയ്ക്ക് ആവാറാകുമ്പോൾ ഞാൻ ഇങ്ങടേക്ക് വരുള്ളൂ. ഇങ്ങടേക്ക് വന്നു കഴിയുമ്പോ ഇങ്ങനെ രാത്രി മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ എൻ്റെ അടുത്ത് പറയും. എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അതൊക്കെ കേട്ടിപ്പോ ഇരിക്കുന്നത് നല്ല മൂടായിരിക്കണം കേട്ടോ, എന്നാലേ പറയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ആള് അലപ്പാണെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നല്ല മൂടാണെങ്കിൽ സംസാരിച്ചൊക്കെ ഇരുന്നോളൂ ഇങ്ങനെ. അതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കാര്യങ്ങള്. അപ്പോൾ എല്ലാവരോടും സ്നേഹം. പിന്നെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഗ്രാമിനൊക്കെ ഈ പരിപാടി വാവയുടെ 90ന്റെ പരിപാടിക്കൊക്കെ മുന്നേ ആയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് റെഡി ആവാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ബാക്കി വീഡിയോസിൽ കാണാൻ പോണത് കേട്ടോ. അതെ. അതിന്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറവൂര് നമ്മൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഒരു ഫാമിലി സലൂൺ ഉണ്ട്, ഒരു ഗോൾഡൻ ബ്യൂട്ടി പാർലർ എന്നാണ് പേര്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ ഷോർട്സ് ഒക്കെ സെക്കൻഡ് ചാനലിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിൻ ചാനൽ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ അന്ന് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ പരിപാടികളും കാര്യങ്ങളും വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസും അങ്ങനെ അതെല്ലാം ഓർഡറിൽ വന്നപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് ബാക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് എന്തായാലും ഇന്നിടാന്ന് വിചാരിക്കും. അപ്പൊ ഷോർട്ടടിക്കായി പോയാ ഞാൻ പറഞ്ഞു. അതെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓടിപ്പോയിട്ടാവുന്നത് വേഗം പോയി കണ്ടിട്ട് വാ അല്ലേ? അങ്ങനെ ഞാനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പറവൂരോടെയാണ് വന്നത്. പറവൂര് നമ്മള് മാളിയേക്കൽ കോംപ്ലക്സ് ആ ഒരു ഭാഗത്തായിട്ട് ഗോൾഡൻ ഫാമിലി സലൂൺ ശരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരെ ബാക്ക് ക്യാമിട്ട് കാണിച്ചു തരാം. അപ്പോൾ അവിടെയാണ് നമ്മൾ വന്നേക്കണത്. നമുക്കിനി ഇപ്പോൾ പരിപാടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഈ ഇതിൻ്റെ ഇനോഗ്രേഷൻ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കണത് ഒന്ന് എല്ലാം ഒന്ന് ചെയ്യാനായിട്ട് റെഡി ആവാനായിട്ടൊക്കെ വന്നേക്കണതാണ്. ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് മുടി വെട്ടണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അതെ. അപ്പം വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അതെ. അപ്പോൾ നമ്മൾ കറക്റ്റ് വന്നിരിക്കുന്ന സ്ഥലം പറയുകയാണെങ്കിൽ മാളിയേക്കൽ കോംപ്ലക്സിൻ്റെ അവിടെ ഒരു SBI ബാങ്ക് ഉണ്ട്. ആ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഈ ഒരു പാർലർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഹെർബൽ സംഭവങ്ങളൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അകത്തേക്ക് ചെന്നിട്ട് പറയാം. എല്ലാവരും അവിടെ കാണിച്ചൊക്കെ തരാം. നമ്മൾ അകത്തൊരാളും കൂടി ഉണ്ട് കേട്ടോ. നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ എന്തെങ്കിലും കാണാം. വൈകിയാണ് വന്നത്. ഭാവനയും ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടല്ലോ വരാനായിട്ട്. അതാണ്. അപ്പൊ നമുക്ക് അത് കയറിയിട്ട് കാണാം. അപ്പൊ നോക്കിയേ ശ്രുതി സെറ്റ് ആയിട്ടാ. ഞാൻ ഹെയർ ഒന്ന് വെട്ടിയില്ല കേട്ടോ. എല്ലാരും എന്നെ കമന്റ് ബോക്സിൽ ഇപ്പൊ പറയും വെട്ടരുതിട്ടാന്ന് പറയും. വെട്ടില്ല, വെട്ടേണ്ടതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ. അത് നമ്മൾ കേട്ടിരിക്കും അല്ലേ? പിന്നെ അല്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫേസിന്റെ ബിഫോർ ആഫ്റ്റർ ഒന്നും കാണിക്കണ്ടല്ലോ. എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എന്തായാലും മാറില്ല, സമയം എടുത്തല്ലേ മാറുള്ളൂ. വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും എന്റെ ഇത് കഴിഞ്ഞ് ഇനിയിപ്പൊ അമ്മയുടെ ഒന്നും ചെയ്തില്ല കേട്ടോ. ഹെയർ വെട്ടണമെന്നൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇന്ന് ചെയ്തില്ല. നമ്മൾ അടുത്ത ദിവസം വരും. അതെ, അടുത്ത ദിവസം അമ്മടേക്കും അല്ലേ അമ്മ? വെയിറ്റ് ചെയ്തിരിക്കണ്. അതെ, അമ്മ പോയി കെട്ടടിക്കാൻ പോണി.
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഒന്നും കൂടെ സ്ഥലം പറഞ്ഞാട്ടാ, ഇത് ഗോൾഡൻ ബ്യൂട്ടി പാർലർ ആണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെർബൽ ആണ് ട്രീറ്റ്മെന്റ്സ് എല്ലാനും. പിന്നെന്ന് പറയണെങ്കിൽ ഇത് നമ്മുടെ മാളിയേക്കൽ കോംപ്ലക്സിൽ SBI ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ്. അത് തന്നെ പറയണ എളുപ്പമായിട്ട് പറയണ ഈ ഗവൺമെന്റ് പറവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ്. പിന്നെ കൂടെ എളുപ്പത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്. അതെ, ഈ പരിസരത്ത് ഒരു 100 മീറ്റർ ചുറ്റളവിൽ എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും ഇവിടുത്തെ എനിക്ക് ഭയങ്കര മസാജൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. ഞാൻ ഇങ്ങനെ റിലാക്സ് ആയിട്ടിരുന്ന ഇങ്ങനെ കുറെ ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് കുറച്ചിരുന്ന് ചെയ്യണത് ഇപ്പോഴാണ്. അതെ അതെ, പ്രഗ്നന്റ് ആയപ്പോഴും ഒന്നും ചെയ്തില്ലായിരുന്നു, അപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ പിന്നെ ഇപ്പോഴാണ് ഒന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട്. പിന്നെ എനിക്ക് ആ പ്രസവരക്ഷയില് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. എന്നാലും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഫേഷ്യലൊക്കെ ചെയ്യാനൊക്കെ വന്നത് ആദ്യമായിട്ടാണ്. അതൊക്കെ ചെയ്ത് എനിക്ക് ഇങ്ങനെ കണ്ണാടിയിലൊക്കെ കണ്ടപ്പോ നല്ല സന്തോഷമായി. കുറെ കാര്യങ്ങളൊക്കെ പോയി ഫേസിലേക്ക്. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അടുത്ത ദിവസം നമ്മുടെ കാണാം. അടുത്ത ദിവസം തന്നെ കണ്ണനും അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് കുറച്ച് ലേറ്റും ആയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ പോകുന്നത്. പക്ഷെ അവിടെ ഉള്ളൊരു റെഡി ആയിരുന്നു, എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ പിന്നെ നമുക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നായിരുന്നു നമ്മൾ അന്നേരത്ത് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അമ്മ ചെന്നിട്ട് ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹെയറും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെർബൽ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഹെർബൽ ഐറ്റംസിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിരിക്കും വരുന്നത്. പിന്നെ ഈ ഒരു മസാജ് ഒന്നും പറയാനില്ല കേട്ടോ. നമ്മളിങ്ങനെ റിലാക്സ് ആക്കി നമ്മളെല്ലാവരും മറന്നിങ്ങനെ ഫ്രീ ആയിട്ട് നമ്മളിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അമ്മയ്ക്കൊരു മുടിയും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ലെങ്ത്ത് കുറയ്ക്കാണ്ട് എന്നാൽ നല്ല ഭംഗിയിൽ വേണം. കാര്യം അമ്മയ്ക്ക് ഓണക്കളിക്ക് പോകുമ്പോഴത്തേക്കും മുടി കെട്ടുമ്പോൾ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു ഹെന്നയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രേ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ബ്ലാക്കായി പൊക്കോളുമല്ലോ. പിന്നെ അവിടുത്തെ ഒരു കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് എന്ത് വേണോ അവരത് നമുക്ക് ചെയ്തു തരും. നമുക്കിങ്ങനെ ഒരു സജഷൻ തരും. നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയലൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അവിടുത്തെ ഒരു അടിപൊളി കാര്യമാണത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ടാറ്റു ചെയ്ത് കൊടുക്കുന്നുണ്ട്, മൈക്രോ ബ്ലേഡിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്കൊരു ബ്രാഞ്ചും കൂടെ ഉണ്ട് തൃപ്പൂണിത്തറയിലായിട്ട്. അപ്പോൾ അമ്മ അങ്ങനെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണനും അപ്പുറത്തെ സൈഡിലിരുന്ന് റെഡി ആവാനുണ്ടായിരുന്നു. കണ്ണൻ്റെ ഹെയറും അറ്റത്തെ വാലൊക്കെ ഒരു സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കൊണ്ട് വന്ന് കാണിക്കാനായിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഇരുന്ന് അവിടുത്തെ അന്നത്തെ വിശേഷങ്ങളെ. അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അതെ, എല്ലാരും പോയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലി സലൂൺ ആണല്ലോ, അപ്പൊ എല്ലാവരും ഞങ്ങള് ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ടായി, ശ്രുതി പോയിട്ടുണ്ടായി, അമ്മ പോയിട്ടുണ്ടായിരുന്നു. ഈ സാധനം എല്ലാവരും കമന്റില് പറയുന്നുണ്ട് കേട്ടോ, വെട്ട് വെട്ട് വെട്ട്. പക്ഷെ ഞാനത് വെട്ടൂല. ഇപ്പൊ വീട്ടിലെല്ലാവരും അതെ, ഞാനും അമ്മയും ഇവിടെ എവിടെ ചെന്നാലും ഇത് തന്നെ. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ വെട്ടാത്ത വരുന്നോണ്ടല്ല, എന്റെ മുടി കൊഴിഞ്ഞൊഴിഞ്ഞ് തീരാറായിക്കൊണ്ടിരിക്കുന്നു. അതെ, ഒരാഗ്രഹം കൊണ്ട് ഇത് കുറച്ചാൾ കൂടി വളർത്താൻ പറ്റുള്ളൂ. ആ ഒരു കൊച്ചാഗ്രഹം കൂടി നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്. ഞാനിങ്ങനെ വെക്കാറൊന്നുമില്ലെന്ന് അറിയാലോ, നിങ്ങൾ എന്നൊക്കെ പണ്ടുമില്ലാണ്ടാവൂലേ. പക്ഷെ എന്ന് വെച്ചാൽ ഇത് എന്റെ പോയതൊക്കെ ഇവിടെ ഒന്നും ഇല്ല. ഇതൊന്നും ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മുടി മൊത്തം പോവും. ആ ഉള്ള സമയത്ത് ഇത്തിരി ചെറിയ ആഗ്രഹങ്ങൾ നടത്തണേന്ന് വിചാരിച്ച് വളർത്താൻ അത്രേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കൊഴിഞ്ഞ് തീരുത്. ഞാൻ വെട്ടണ്ട, ഇത് ഇത്ര നല്ല കുറെ ഉണ്ടായതാണ്. കൊഴിഞ്ഞൊഴിഞ്ഞ് തീരുത്, അല്ലാണ്ട് വേറെ വകുപ്പില്ല. എല്ലാരും പറഞ്ഞിട്ടുണ്ട് വെട്ടാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആഗ്രഹം ഇത്രയും ഇങ്ങനെ ഇതായിട്ട് പറയുമ്പോ നമ്മള് പിന്നെ എന്ത് ചെയ്യും? സത്യാവസ്ഥയായിട്ട് ഞാൻ പറയണേണ്, എന്റെ കൊഴിഞ്ഞ് തീരുത്. ഇതും കൊഴിഞ്ഞേരും. ഞങ്ങള് പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്. മുടി ഞങ്ങൾക്ക് കുറവാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഇത്തിരിയാണ് എനിക്ക് ലൈഫ് വന്നേക്കണത്. ഇവിടെ തീർന്നിരിക്കുകയാണ്. പിന്നെ ഉള്ള സമയത്ത് ഇത്തിരി കുളം വളരട്ടേന്ന്, മുടിയല്ലേ. പക്ഷെ എന്നാലും അത് മൊത്തത്തിലൊരു ലുക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറയണത് സത്യം തന്നെയാണ്. എന്നാലും ഇപ്പൊ ഒരു ആഗ്രഹമല്ലേ ലുക്ക് പോട്ടെ, കുഴപ്പമില്ല, കുറച്ചാൾ അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ആ മുടി ഇത് പറയാൻ വന്നതാണ് ഞാൻ. ഈ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത സംഭവം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ കണ്ടില്ല എല്ലാവർക്കും സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഇപ്പൊ എന്റെ മുടിയായാലും താടിയായാലും നമ്മുടെ മുടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുടി നല്ല ഭംഗിക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ ഭാഗങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങള്. അപ്പൊ ചേച്ചി റെഡി ആയിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഞാനെല്ലാം വീഡിയോയിലുണ്ട്. അങ്ങനെ എല്ലാവരും പോയിട്ട് എന്തായാലും അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നെ. അപ്പൊ നമ്മുടെ പറൂരുള്ളവരും പിന്നെ അവർക്ക് തൃപ്പൂണിത്തറയില് ഒരു ഷോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടാറ്റു, മൈക്രോ ബ്ലേഡിങ്, ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. വെയിലായില്ലേ ഭയങ്കര. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ശ്രുതി ഡെലിവറിക്ക് ശേഷം ആദ്യമായിട്ട് പോയിട്ട് അല്ലേ? ആ ശരിയാണ്, ആദ്യമായിട്ടാണ് ഞാൻ പോയത് ഡെലിവറിക്ക് ശേഷം. അങ്ങനെ ഇത് ഇപ്പൊ എന്റെ ഇതൊക്കെ ഇത്തിരി കുറഞ്ഞു വന്നില്ല. കുറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 90% കുറഞ്ഞിട്ടുണ്ട്. 90% കുറഞ്ഞിട്ടുണ്ട്. എന്നാലും മണ്ടത്തെ പോലത്തെ ഒരു ഇതിലേക്ക് ആയിട്ടില്ല. അതിന് നമ്മൾ കുറച്ച് സമയം എടുക്കുമായിരിക്കും. അപ്പൊ എന്തായാലും അവിടെയും കൂടെ പോയപ്പോ ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങള്.
അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കിയാൽ മതി. അതെ, പിന്നെയെന്ന് വെച്ചാൽ വീഡിയോന്റെ ലെങ്ത് കൂട്ടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പതിക്കെ കൂട്ടാൻ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരേ ഘട്ടം ഘട്ടമായിട്ട് സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുറേ ലെങ്ത്തുള്ള വീഡിയോ ഇടുമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ബോറടി വരണ്ടോന്ന് ഓർത്തിട്ടാണ് പിന്നെ ഒരു 15 മിനിറ്റ് ആയി. പിന്നെ ഇപ്പൊ തീരെ കുറവാണ്, ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് ഒക്കെ വരണുള്ളൂ. പരമാവധി നമുക്ക് വീഡിയോ ലെങ്ത് കൂട്ടാൻ നമ്മൾ ശ്രമിക്കാം. എല്ലാവരും അത് എക്സ്പെക്ട് ചെയ്യണ്ടല്ലേ, വീഡിയോയുടെ ലെങ്ത് കൂട്ടണം എന്ന് പറയാം. കൂട്ടും അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ്. വീഡിയോ ഇഷ്ടമായോണ്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയണത്. അപ്പോൾ നമ്മൾ പരമാവധി ലെങ്ത് കൂട്ടാൻ ശ്രമിക്കും. നിങ്ങൾ ബോറടിപ്പിക്കാണ്ട് നല്ല രീതിക്കുള്ള വീഡിയോസ് പുറകെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരൊക്കെ മുടങ്ങാണ്ടൊക്കെ കാണാം. നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ അതിൽ വീഡിയോ ഉണ്ടാവും എന്തായാലും. നമ്മൾ ഒന്നരാടം എന്തായാലും ഉണ്ടാവും വീഡിയോ. അതെ, അപ്പോൾ ഇനി പറഞ്ഞ് നീട്ടി വലിച്ചിട്ട് കൊണ്ടുപോകണില്ല. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. താല്പര്യമുള്ള ആൾക്കാരൊക്കെ അവരുടെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. വിളിച്ചിട്ട് പറയൂരുള്ളവർ നമ്മുടെ അത് കുറേ ഒന്നും പറയാനൊന്നുമില്ല. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ, അല്ലെങ്കിൽ മാളിയേക്കൽ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ, അത്രയും പറയാനുള്ളൂ. അവിടെ SBI ബാങ്കിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് വരുന്ന ഷോപ്പ്, സലൂൺ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.